നമസ്കാരം. കലിക പ്ലസിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 6 ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6-നാണ് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിൽ ആറ്റം ബോംബ് ആക്രമണം നടത്തിയത്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാനെ പരാജയപ്പെടുത്താൻ അമേരിക്ക കണ്ട അവസാന മാർഗമായിരുന്നു. 1 ലക്ഷത്തോളം പേരാണ് ഈ ആക്രമണത്തിൽ തത്സമയം കൊല്ലപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി മണത്തറ പരുത്തി SN ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ 1001 ദീപം തെളിയിച്ചു. ഹിരോഷിമയിലെ രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം പച്ചയിൽ സന്ദീപ് നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ HM മറ്റു വിശിഷ്ടാതിഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ശ്രീമതി ബീന VS ടീച്ചറിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ലോക്കൽ മാനേജർ ശ്രീ സന്ദീപ് സാർ, എന്റെ സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട ഹെഡ് മിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് ഹിരോഷിമ ദിനം എന്താണ് എന്നുള്ളതെല്ലാം നിങ്ങൾ ഒരു വീഡിയോയിലൂടെ തന്നെ കണ്ടു കഴിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധം 1939 ആരംഭിക്കുകയും 1945 ഈ ആറ്റം ബോംബ് ഇട്ടതോടുകൂടി അവസാനിക്കുകയും ചെയ്തു. ജപ്പാനെ ഒരു രീതിയിലും പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്ക വളരെ പെട്ടെന്ന് ഒരു നാശം കിട്ടുന്നത് ഇതുപോലുള്ള ആറ്റം ബോംബുകൾ, ആണവ ബോംബുകൾ വർഷിക്കുന്നതിലൂടെയാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ 1945 ഓഗസ്റ്റ് 6-ാം തീയതി ജപ്പാനിൽ ആറ്റം ബോംബ് ഇടുകയും ചെയ്തു. അതോടുകൂടി രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചു. പക്ഷേ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, യുദ്ധം എന്ന് പറയുന്നത്, യുദ്ധം കൊണ്ട് ആരും ഒരു നേട്ടവും ഉണ്ടാക്കിയിട്ടില്ല. ലോകരാജ്യങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ലോകത്തിന് പോലും പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആയിരക്കണക്കിന് ആളുകളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഇനിയും ഇത്തരം വിദ്വേഷവും യുദ്ധവും ഒക്കെ മാറ്റി നമുക്ക് സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും സമാധാനത്തോടെയും ഒക്കെ നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കും. ലോകം ഒരു മനുഷ്യൻ പോലും മരിക്കരുത് എന്നുള്ളതിന് വേണ്ടിയാണ് പുതിയ വാക്സിനേഷനുകളൊക്കെ ഇറക്കിയത്. എന്നാൽ ഒരു യുദ്ധം വന്നാൽ മനുഷ്യരുടെ മരണത്തിന്റെ എണ്ണമാണ് കൂട്ടുന്നത്. അപ്പോ ആ രീതിയിലാണ് നമ്മുടെ ലോകം. മനുഷ്യർ ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് എന്താണ്? ഒരു രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു മതത്തിന് വേണ്ടി നടത്തുന്ന യുദ്ധങ്ങൾ നമ്മളിപ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. അത് വിശുദ്ധമാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലോകം കാണുന്ന ഒരു കാര്യം. ഒരു രാജ്യത്തിന് വേണ്ടിയോ മതത്തിന് വേണ്ടിയൊക്കെ നമ്മൾ നടത്തുന്ന യുദ്ധങ്ങൾ വിശുദ്ധമായിട്ടുള്ളതാണ്. അതായത് ചെയ്യുന്നത് തിന്മയാണെങ്കിലും അതിന്റെ ഫലം നന്മയാണ് എന്ന് ലോകത്തിൽ വിശ്വസിപ്പിക്കുന്ന ഒരു കാലമാണ്. അല്ലെങ്കിൽ യുദ്ധമെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഒരു രാജ്യത്തുള്ളവരെ മറ്റൊരു രാജ്യത്തുള്ളവരെ കൊന്നെടുക്കുമ്പോഴും, ഒരു മതത്തിൽ വിശ്വസിക്കുന്നവർ മറ്റൊരു മതത്തിലുള്ളവരെ കൊണ്ടെടുക്കുമ്പോഴും, ഒരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർ മറ്റൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവരെ കൊണ്ടെടുക്കുമ്പോഴും അവിടെയെല്ലാം നമ്മൾ ചെയ്യുന്നത് ഒരു വിശുദ്ധമായ പ്രവൃത്തി ആണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ചെയ്യുന്നവർ ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് തങ്ങൾ വിശുദ്ധമായിട്ടുള്ള കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ തന്നെ, സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രം പഠിക്കുമ്പോൾ
യുദ്ധത്തിൽ ജയിക്കുന്നവരെയാണ് വീരപുരുഷന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ അവരെ ആദരിക്കുന്നത്. പക്ഷേ ഈ വീരപുരുഷന്മാർ അപ്പ് 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 അങ്ങനെ നിൽക്കട്ടെ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്.